നമ്മുടെ അമ്മക്ക് ഇവിടെ സ്ഥലം കിട്ടിയിട്ടുണ്ടല്ലോ, അതിനകത്ത് വലിയൊരു ആൽമരമുണ്ട്. അതിലൊരു ഊഞ്ഞാല കെട്ടിയിട്ട് ഞാൻ മരതകത്തിനെ ഇരുത്തി അങ്ങനെ ആട്ടണമെന്ന്. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും ആടലാമേ. അയ്യോ, ആ ഊഞ്ഞാലിലൊക്കെ മാത്രം ആടിയാ മതി. കൂടി കൂടി പുണ്യേ വന്നോ ജൂനിയർ മാൻഡ്രക്ക്? എടാ ഞാൻ വന്നത് നീ അറിഞ്ഞില്ലേ? അറിഞ്ഞു. പിന്നെന്താ നീ എന്നെ കാണാൻ വരാ? തല്ലാൻ വന്നുന്നാ? ഞാൻ നിന്നെ തല്ലാൻ വന്നല്ല. നീ ഇത്ര നേരം എന്നെ കാണാൻ പറഞ്ഞിട്ട് ഞാൻ നിന്നെ കാണാൻ വന്നല്ലേ? ഓ, നിന്നെ കാണാൻ വരാൻ നീ ആരെ തമിഴ്നാട് മുഖ്യമന്ത്രിയോ? ഇപ്പൊ അല്ല, പക്ഷെ ഉടനെ ആവും. അന്ന് തമിഴ്നാട് നിന്ന് കത്തും. വെറുതെ അല്ലേ പിന്നെ എന്റെ തല്ലി മേടിക്കണത്? അല്ല, എന്തിനപ്പ ഇങ്ങോട്ട് വന്നേ? വാടകയൊക്കെ കൃത്യമായിട്ട് ഞാൻ അങ്ങോട്ട് അയക്കണ്ടല്ലോ. പിന്നെ നേരിട്ട് വാങ്ങിക്കാൻ വന്നാണോ? ചേട്ടാ, നിങ്ങളെല്ലാവരും എന്നെ എന്താ ഒരു വില്ലനെ പോലെ കാണുന്നത്? പിന്നെ വില്ലത്തരം കാണിച്ചാൽ നിന്നെ നായകന്ന് വിളിക്കാറില്ലു. അതെ, ഒരു സംഭവം അറിയാമോ? എന്റെ ഞാൻ ഇവിടുന്ന് ചെന്നൈ പോയിട്ടുണ്ടല്ലോ, എനിക്ക് കിടന്നിട്ട് ഉറക്കം പറ്റില്ല. എന്റെ ചെന്നൈയിൽ കൊതുകൂടിയോ? കൊതു കൂടിയിട്ടല്ലെന്ന്, ഞാനിവിടെ കാണിച്ച പോക്കൃത്തരം കാര്യമൊക്കെ ഓർത്തിട്ട് എനിക്കൊരു ഉറക്കം പറ്റില്ല. അത് ഞാൻ അവളെ കൂടി നേരെ ഇങ്ങനെ പോകുന്നത്. ഇന്ന് ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങും. ഇന്നത്തോടെ ഞങ്ങൾ ഉറക്കം അങ്ങോട്ട് പോകും. അതല്ലടാ പുണ്ണി, ഞാനിവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടേ ഇവിടെ കാണിച്ചു കൂട്ടിയതൊക്കെ ഭയങ്കര മോശമായിരുന്നു. അത് ഓർത്തിട്ട് ഒരു മനപ്രയാസം. നിനക്ക് അങ്ങനെ തോന്നിയോ? പിന്നെ തോന്നി. ഇവിടെ എല്ലാവർക്കും തോന്നി. നീ അന്ന് മഹാലമ്പായിരുന്നു. കച്ചറ അച്ചേറ്റ പൊക്കിളിയെ കുത്തിക്കലക്കൂട്ടാ. അപ്പൊ സ്വഭാവം മാറിന്ന് പറഞ്ഞിട്ട്? സ്വഭാവം മാറിന്ന് ആരാ പറഞ്ഞത്? ഒരു മനോവിഷമം ഉണ്ടെന്നല്ലേ പറഞ്ഞത്. സ്വഭാവം അതൊക്കെ തന്നെ. പുണ്ണി, ഞാൻ ഈ പ്രാവശ്യം വന്ന എന്തിനാന്നറിയാം? നിന്നെ കാണാൻ ഇവിടെ സ്നേഹം കൊണ്ട് പിടിച്ചാടാ. നിന്നെ കാണാൻ വേണ്ടി മാത്രമേ ഞാൻ വന്നത്. നിന്റെ മനസ്സിൽ എന്തോ ദുരുദ്ദേശം ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. എന്താണ് ഇങ്ങോട്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് സമാധാനമായിട്ട് ഇരിക്കുക ഉത്തമ. അതേടാ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നിട്ടേ ഇവിടെ കാണിച്ചു കൂട്ടിയൊക്കെ ഇച്ചിരി പോക്കൃത്തരാന്ന് ഞാൻ പറഞ്ഞല്ല. അപ്പൊ അതുകൊണ്ട് ഇനി നിന്റെ ഈ തൊഴുത്തിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടില്ല. നീ പാല ആർക്ക് കൊടുക്കുവോ വിൽക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഒരു പ്രശ്നമില്ല. നീ സത്യമാണ് പറയണേ? പിന്നെ ഞാൻ നിന്റെ കളിക്കൂട്ടുകാരനല്ല. നിന്നെ വിശ്വസിക്കാവോ? നീ ഉറപ്പായിട്ടും വിശ്വസിച്ചു. അപ്പൊ അന്ന് എഗ്രിമെന്റ് പ്രകാരം പറഞ്ഞ ഷെയറോ? ആ എഗ്രിമെന്റ് പേപ്പർ കീറി കളഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നീ അതൊന്നും തരണ്ട. ശരിക്കും? പിന്നെ പക്ഷെ വേറൊരു കാര്യമുണ്ട്, ആ തറവാടക എനിക്ക് കൃത്യമായിട്ട് തന്നെ. അത് വേണോ അല്ലേ? അല്ലെങ്കിൽ ഞാൻ വല്ല പണിക്കും പോണ്ടി വരില്ലേ? അത് മാത്രമല്ല, അതും കൂടി നീ തന്നില്ലെങ്കിൽ ഈ സ്ഥലം നിന്റെ നിനക്കൊരു തോന്നലുണ്ടാവും. അതുകൊണ്ടാ. അതേ സന്തോഷായില്ലേ? എടാ, ഞാൻ ഇടിച്ചല്ലേ നീ കിടന്ന് ഒച്ചെടുക്കല്ലേ? അമ്മ വരുമെന്ന്. വാ അടച്ചു പിടിച്ചേ, വാ അടച്ചു പിടിച്ചേ. നിന്റെ അമ്മയൊക്കെ ഓടി വരും കൂടെ. നീ വായ അടക്കുക. അയ്യോ, ഞാൻ കൊല്ലാൻ നോക്കിയതല്ല. അച്ഛാ, അവൻ സ്നേഹം പ്രകടിപ്പിച്ചതാ. സ്നേഹം പ്രകടിപ്പിക്കുന്നേ കൊങ്ങായിക്ക് കുത്തിപ്പിടിച്ചാണോ സ്നേഹം പ്രകടിപ്പിക്കുന്നേ? കുറച്ച് വേദന ഉണ്ടായിരുന്നു, കുഴപ്പമില്ല അച്ഛാ. പിന്നെ അച്ഛാ, ഉത്തമൻ പറയണേ അവനിനി ഷെയർ വേണ്ടാന്ന്. അത് ശരി. അപ്പൊ പുരാടത്തിന് ഷെയർ വേണ്ടെന്ന് അവൻ പറഞ്ഞോ? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ പറഞ്ഞില്ല. ഈ തൊഴുത്ത് നീട്ടുന്ന ആദായത്തിന്റെ ഷെയർ വേണ്ടെന്ന് പറഞ്ഞു. ഓ, അത് ശരി. പിന്നെ കഴിഞ്ഞാണ് ഉത്തമൻ വന്ന് പോയപ്പോ അച്ഛൻ പറഞ്ഞില്ലേ, അവൻ കച്ചറയാണ്, അലമ്പാണ്, കുടുംബത്തിൽ കേട്ടാൻ കൊള്ളൂല എന്നൊക്കെ പറഞ്ഞില്ലേ. അവനാള് നല്ലതാ അച്ഛാ, നല്ല സ്വഭാവമൊക്കെ ഉണ്ട് അവന്. അപ്പൊ അമ്മാവൻ അങ്ങനെ പറഞ്ഞായിരുന്നല്ലേ? അത് ഞാൻ അന്നൊരു ഉപമ പറഞ്ഞല്ലേ ഇവിടെ. അത് നീ എന്നെ കൊണ്ട് പറയിച്ചല്ലേ? അതും ശരിയാ. അച്ഛാ, ഉത്തമൻ ഒരുപാട് മാറിയച്ചാ. അവൻ സ്നേഹത്തോടെ എന്നോട് സംസാരിച്ച് അന്ന് എഴുതിയ എഗ്രിമെന്റ് ഒക്കെ അവൻ വലിച്ചു കീറിയെന്ന്. പുണ്യേ, ഇവൻ ഉത്തമൻ തന്നെ ആണോടാ? ഉത്തമൻ തന്നെയാണ്, തലയിൽ മുടിയൊന്നും ഇല്ലല്ലോ. നന്നാവട്ടെ. അവൻ നന്നായി വരട്ടടാ. അതെ, നന്നായി വരട്ടെ. നാത്തൂനെ, ഇതെന്താ വലിയ ആലോചന? ഒന്നുമില്ല. അതെ, ഉത്തമൻ എപ്പോഴാ പോകുന്നതെന്ന് വല്ലതും പറഞ്ഞായിരുന്നോ? അവന്റെ വരവും പോക്കും എപ്പോഴാണ് ദൈവത്തിനേ അറിയൂ.
ദൈവത്തിന് പോലെ അറിയൂല എന്ന് പറയാ അപ്പച്ചി. അവൻ ഇവിടെ നിൽക്കുന്ന ഓരോ ദിവസവും എനിക്ക് പേടിയാ. സത്യം പറയാലോ നാത്തൂനെ, ബാക്കിയുള്ളവർക്കും പേടിയാ. അല്ലേ, ഈ പ്രാവശ്യം വന്നപ്പം ഒരു സ്വല്പം ഒതുങ്ങിയിട്ടുണ്ടല്ലേ? അതൊക്കെ നാത്തൂന് വെറുതെ തോന്നുന്നതാ. ആ ഞാനേ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. കഴിഞ്ഞ പ്രാവശ്യം അവൻ ഇവിടെ വന്ന് പോയില്ലേ, അപ്പൊ അവനെ അന്വേഷിച്ചിട്ട് ആ ഉത്തരം വന്നിട്ടുണ്ടായിരുന്നു. ഉത്തരയോ? ഏത് ഉത്തരം? ഓ, ഉത്തരേനെ നാത്തൂൻ അങ്ങ് മറന്നോ? പണ്ട് ചെറുപ്പത്തിൽ അവന്റെ കൂടെ കളിക്കാൻ വേണ്ടി ഇവിടെ വരത്തില്ലായിരുന്നോ? വെളുത്തവൻ കുഞ്ഞ്. ആ, അവള് വന്നിട്ടുണ്ടായിരുന്നു. അല്ല, അവളെന്തിനാ ഇവനെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുന്നത്? അതിപ്പോ എന്നോട് പറയുവോ? എനിക്കറിയാൻ പാടില്ല മോളെ എന്ന് പറഞ്ഞപ്പോ കേട്ടത് പാതി കേൾക്കാത്തത് പാതി ഒരൊറ്റ നടപ്പാ. മനുഷ്യന്റെ മനസമാധാനം കെടുത്താനും ഓരോന്ന് ഇറങ്ങിക്കോളും. അനുഭവിക്കുക തന്നെ, അല്ലാണ്ട് എന്ത് പറയാനാ? കാര്യം പറഞ്ഞിട്ട് എന്താ കാര്യം? അമ്മേ, ആരായി ഉത്തര? അതുണ്ടല്ലോടി. വേണ്ട, നീ അറിയണ്ട. ഒന്ന് പറയമ്മേ. അതാരും അല്ലാന്ന്. ആരും ഇല്ലാഞ്ഞിട്ടാണോ പിന്നെ നിങ്ങൾ ഇത്ര നേരം പിന്നെ അത് പറഞ്ഞോണ്ടിരുന്നേ? അത് നീ അറിയേണ്ട കാര്യമില്ല, അതുകൊണ്ടാ. അത് ഭയങ്കര മോശമാണ്. എന്നാ പിന്നെ ഞാൻ ഇല്ലാത്തപ്പോ പറയണ്ടായിരുന്നോ? ഈ പെണ്ണിന്റെ ഒരു കാര്യം ആരും ഇല്ലാന്ന് പറഞ്ഞില്ലേ അമ്മ? ഞാൻ അതിപ്പോ കേട്ടു പോയില്ല, ഇനിയിപ്പോ പറ. നിന്നോട് പറഞ്ഞ ശരിയാവില്ല. അമ്മ പ്ലീസ് പ്ലീസ് പറ. ഞാൻ ആരോടും പറയത്തില്ല, അമ്മ പറ. ഞാനാണ് നീ നിക്കുന്ന കാര്യം ഓർത്തുമില്ല. ഇനിയിപ്പോ അമ്മ പറ എന്താന്ന്. ആരോട് പറയരുത്. ഇല്ല. അതായത് ഈ ഉത്തമനും ഉത്തരേ ചെറുപ്പത്തില് കുട്ടികളായിരുന്നപ്പോ ഭയങ്കര കൂട്ടായിരുന്നു. അവളെപ്പോഴും ഇവിടെ കളിക്കാനൊക്കെ വരും. അത് കഴിഞ്ഞ് സ്കൂളിലൊക്കെ ചേർന്നില്ലേ, അങ്ങനെ വളരാൻ തുടങ്ങിയപ്പോ രണ്ടാളും തമ്മിൽ പ്രേമത്തിലായി. ഉത്തമേട്ടനും പ്രേമം അല്ലേ? ഉത്തമേട്ടന് പ്രേമിക്കാൻ പാടില്ലേ? പ്രേമിക്കാം, അവ ഇങ്ങനെ ഫ്ലോ ആയത് ബാക്കി പറ. എന്നിട്ട് രണ്ടാളും കല്യാണം കഴിക്കാനൊക്കെ തീരുമാനിച്ചു. പക്ഷെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഉത്തമൻ നാട് വിട്ടുപോയത്. അയ്യോ, ഈ ഉത്തമേണ്ണ എന്ത് പണിയാ കാണിച്ചേ? അല്ലമ്മേ, ഈ ഉത്തര അന്ന് വന്നപ്പോ എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. അതെങ്ങനെ നീ കാണുക? അവൾ എന്റെ അടുത്തേക്കല്ലേ വന്നത്. എന്നിട്ട് അമ്മ എന്താ അപ്പൊ പറയാഞ്ഞേ? അയ്യടാ, പറയാൻ പറ്റിയൊരു പൊന്നുമോള്. എന്നിട്ട് വേണം നീ നാട് മുഴുവൻ പറഞ്ഞു നടക്കാൻ. അതെ, ഈ ഉത്തരേച്ചി ഇപ്പൊ എവിടെ ഉണ്ട്? എന്തിനാ അറിയുന്നേ? അല്ല, ഒന്ന് ചുമ്മാ കാണാനാ. നമ്മള് കേബിൾ കണക്ഷൻ കൊടുക്കുന്ന ഏതെങ്കിലും വീടാണോന്ന് അറിയാൻ. അങ്ങനെ നീ ഇപ്പോഴേ അവൾക്ക് കേബിൾ കണക്ഷൻ കൊടുക്കണ്ട. ഒരു കാര്യം ഞാൻ പറയാം ഷാഹിന, നീ അവള് വന്ന കാര്യം വെറുതെ ആരോടും പറയാനും ചോദിക്കാനൊന്നും നിക്കണ്ട കേട്ടാ. അയ്യേ, അമ്മ എന്താ ഈ പറയുന്നേ? ഇതൊക്കെ ആരോടെങ്കിലും ചോദിക്കാനും പറയാനൊക്കെ കൊള്ളാവുന്ന കാര്യമാണോ? അങ്ങനെ ഒരു ബോധം ഉണ്ടെങ്കിൽ നന്നായി. ദേ, നീ എങ്ങാനും പറഞ്ഞൂന്ന് ഞാൻ അറിഞ്ഞ ഷാഹിന, സീതാലക്ഷ്മിയുടെ തനിഗുണം അടുപ്പിക്കരുത് കേട്ടാ. അമ്മ, ഞാൻ പറയൂലെന്ന് പറഞ്ഞില്ലേ? പറയരുത്. ഇല്ല. ചിന്ന ചിന്ന എന്തേടി? ഒന്നുമില്ല. പാട്ടൊക്കെ പാടി ഭയങ്കര റൊമാൻറ്റിക് മൂഡിലാണല്ലോ. അത് റൊമാൻറ്റിക് മൂഡ് കൊണ്ടൊന്നുമല്ല. ഇളയരാജ സാറിന്റെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വെറുതെ ഇരിക്കുമ്പോ എപ്പോഴും ആ പാട്ടായിരിക്കും. അതാണല്ലേ? അതെ അതെ അതെ. ഞാൻ ഓർത്ത് വേറെ ആരെയോ ഓർത്ത് പാട്ട് പാടിയതാന്ന്. വേറെ ആരെയോ? അതാരെ ഓർത്ത് പാടാനടി? മറ്റേ കക്ഷിയെ. മറ്റേ കക്ഷിയാ? ഏത് കക്ഷി? ഓ, ഒന്നും അറിയാത്ത പോലെ. നീ കാര്യം പഴയ ചോദിച്ചേ. മുത്തവേട്ടാ, കഥകളൊക്കെ ഞാൻ അറിഞ്ഞു വിട്ടോ. എന്ത് കഥ? അമ്മ എന്നോട് പറഞ്ഞു കഴിഞ്ഞ തവണ ഉത്തമേട്ടൻ വന്നു പോയതിനു ശേഷേ ആളിവിടെ തിരക്കി വന്നായിരുന്നു എന്നൊക്കെ. നീ ഇത് ആരുടെ കാര്യം പറയണത്? ഇത്രയൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായില്ല ആരുടെ കാര്യാന്ന്? മനസ്സിലായില്ല, നീ എന്തെങ്കിലും തെളിച്ചു പറ. ഉത്തമേട്ടാ, ഉത്തരയുടെ കാര്യം ഞാൻ പറഞ്ഞേ. ഉത്തരേ? ഏത് ഉത്തര? ഉത്തരേ മറന്നോ? ഉത്തമേട്ടന്റെ കളിക്കൂട്ടുകാരി, പഴയ പ്രണയിനി. ഇനി കൂടുതൽ ഞാൻ പറയണോ? കൊത്തുവിനെ കുറെ നേരം ഇരിക്കാൻ തുടങ്ങിയിട്ട്.
കണ്ട്. ഉത്തമേട്ട എന്ത് മീനെ പിടിക്കണേ? ഞാനോ? ഞാൻ മിങ്കി മീനെ പിടിക്കുക. ബിങ്കി മീൻ? അതെന്ത് മീനാ? അതോ എനിക്കറിയില്ല, അത് കിട്ടിയാലേ അറിയാൻ പറ്റുള്ളൂ. ഉത്തയുടെ കയ്യിലെന്താ? അത് ഉത്തമേട്ടന് ഇഷ്ടപ്പെട്ട ഒരു സാധന. നീങ്ങ വന്നേ. നെല്ലിക്ക. അടിപൊളി നെല്ലിക്ക. ഇതെന്റെ വീട്ടിലുണ്ടായതാ. അടിപൊളി. ഉത്തമേട്ടാ, അപ്പുണ്ണി എന്തിയെ? അപ്പുണ്ണി അപ്പുറത്തെ വല്ല പട്ടി പ്രസവിച്ച് പട്ടിക്കുഞ്ഞുങ്ങളെ കാണാൻ പോയിക്കണ. അപ്പുണ്ണിക്കും കുറച്ച് കൊടുക്കണേ. ഇല്ല, ഞാനത് കൊടുക്കൂല. ഇതെല്ലാം എനിക്ക് വേണ്ടിയുള്ളതാ. അയ്യോ, ഒരു കൊതിച്ച. നീ എന്താ എന്തിനു വന്ന്? അല്ല, എപ്പോ വന്ന്? என்ன மாமா? ഇങ്ങോട്ട് വാന്ന്. അയ്യോ, ആ ഷാഹിന എപ്പോ വന്ന്? ഷാഹിന என்ன மாமா, உங்களுக்கு என்ன பറ്റി? എന്താന്നല്ലേ മീശ വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ ഒരു ഇത്. மாமா என்ன ஆலோசிச்சுட்டு ഞാനാ? ஷாகினா, ഈ മാമ என்ன ആലോചിച്ചോണ്ടിരിക്കുന്നത്? ആ കൊച്ചിനോട് ചോദിച്ചാൽ എങ്ങനെ അറിയണം? ആലോചിച്ച് ഞാനല്ലേ, അപ്പൊ എനിക്കറിയാൻ പറ്റുള്ളൂ. ആ കൊച്ചു ആലോചിക്കുമ്പോ അതിനോട് ചോദിച്ചാൽ അത് പറയാൻ പറ്റും. ഒന്നുമില്ല. അല്ല, എന്തോ പ്രശ്നം ഇருக்கு. നിങ്ങൾ എന്ത് പേശിക്കൊണ്ടിരുന്നത്? അത് ഞങ്ങളെ അതങ്ങോട്ട് പറയാൻ വേണ്ടിയ വരുമായിരുന്നു ഞാൻ. ഓ, സിത്തപ്പ ഇല്ലയാ, അന്ത സിത്തപ്പ പറ്റി ഞാൻ ആലോചിച്ചിട്ടിരിക്കേ. 10 വർഷം മുന്നാടി തിരുവിഴ ഉത്സവത്തിന് ഗുണ്ടു പൊട്ടി മരിച്ച സിറ്റപ്പാവെ പറ്റി ഇപ്പൊ എതൊക്കെ ആലോചിക്കുന്നത്? അന്ത സിത്തപ്പ ഇല്ല, അന്ത ആള് മരിച്ച ദിവസം എന്താ ഇന്ത ദിവസം. എന്നേക്ക് തന്നെ ഏത് ചിറ്റപ്പയുടെ കാര്യം ഉത്തമേട്ട പറയുന്നേ? നമ്മൾ ഉത്തരയുടെ കാര്യമല്ലേ പറഞ്ഞോണ്ടിരുന്നേ? അല്ല, ഉത്തരേന്ത്യയിൽ എവിടെ ചിറ്റം? ഉത്തരേന്ത്യ ഉനക്ക് സിത്തപ്പ ഇരിക്കാ? ഇല്ല, പഴനിതാ. അല്ല, അതല്ല മരുതക. അതാണ്. അതെ, നീ ഇന്നേ ദിവസം ഇവിടെ എല്ലാവർക്കും നല്ല സദ്യ കൊടുക്കും. പായസം എല്ലാം വെച്ചിട്ട് നല്ല സദ്യ. സിത്തപ്പ അവിടെ ഓർമ്മയില്ല. ശീക്രം പോ. അല്ല, മരിച്ചതിന്റെ ഓർമ്മയ്ക്ക് പായസോ? മരിച്ച ദിവസം തമിഴ്നാട്ടിലുണ്ടല്ലോ ഫുൾ ഡാൻസ് ആയിരിക്കും. പിന്നെ ഈ ഓർമ്മ ദിവസം പായസം ഉണ്ടാവും വിത്ത് DJ ഒക്കെ ഉണ്ടാവൂലേ? അവരെല്ലാരും വരും. നീ പാടി, നമുക്ക് പായസം ഉണ്ടാക്കാം. വാ മാമ, അപ്പൊ പോയിട്ട് വരേ. പാടി ചെല്ലി. ആ DJ പായസം എല്ലാം ഉണ്ട്. അയ്യോ, താമരക്കിളിപ്പാടും തേതേതകതും താളിയോലകളാടും. എടാ ഉത്തമ, നീ എന്താ കാണിക്കണേ? എന്നെ നന്ദിനിക്ക് വെച്ച പുല്ലാണ് എടുത്തു തിന്നണേ. നിനക്ക് വിശക്കണ്ട, അടുക്കള പോയി അവരെന്തെങ്കിലും തെരലി എത്തുത്താൻ. അതൊന്നുമല്ല, ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചിങ്ങനെ ഇരുന്ന. എന്റെ ഇവിടെ അങ്ങനെ ഇരിക്കണ്ടോ, ഇവിടെ ജന്തുക്കളുള്ള സ്ഥലമാണ്. എന്താ പേരുന്ന് ആലോചിക്കണേ? എടാ, നമ്മുടെ ഉണ്ടല്ലോ. ഒന്നുമില്ല. എന്താ പറ കേക്കട്ടെ. ഒന്നുമില്ലടാ, ഞാനിങ്ങനെ ഓരോ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിങ്ങനെ ഇരുന്നതാ. എന്താ നീ പുതിയ ബോംബൊക്കെ കാര്യം വല്ലതാണോ? ബോംബാ? നീയാണ്ട് ചോദിക്കണേ. അതൊന്നും അല്ലടാ. പിന്നെന്താ? ഞാൻ നമ്മുടെ കുറെ പഴയ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നു. എന്താ പഴയ കാര്യം? നമ്മളെല്ലാരും കൂടി ഇങ്ങനെ സ്കൂളിലേക്ക് പോണതും വന്നതും ഒക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നു. എടാ, നമ്മളെന്നിങ്ങനെ സ്കൂളിലേക്ക് പോകൂലേ? അപ്പൊ നമ്മൾ രണ്ടുപേരും അല്ലാതെ ഒരാളും കൂടെ ഉണ്ടായിരുന്നില്ല. നമ്മൾ എത്ര പേരെല്ലാം സ്കൂളിലേക്ക് സംഘം ചേർന്നില്ല നമ്മൾ പോവാറ്. അതല്ല,
നമ്മൾ സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് പോരുമ്പോഴത്തേക്ക് നമ്മൾ രണ്ടുപേരും അല്ലാതെ ഒരാളും കൂടി കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ബാക്കിയുള്ള കുട്ടികളൊക്കെ സ്കൂളിൽ നോക്കൂ, നമ്മൾ രണ്ടാളും മാത്രം പോരുകയാണോ? നമ്മൾ നമ്മുടെ പാടത്തിന്റെ വഴിയിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ രണ്ടും അല്ലാതെ ഒരാളും കൂടി വരില്ലായിരുന്ന. അതാരാ? എടാ നിനക്ക് മിഠായി മേടിച്ച് മാറ്റി നിർത്തിട്ട് ഞങ്ങൾ മാറിയും സംസാരിക്കൂലായിരുന്ന. പിന്നെ ഉത്തര ഉത്തര ഞാൻ അവളെ പറ്റി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. അവളെ നീ ഇപ്പോഴും ഓർക്കണ്ട? അവളെ എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റുമോ? കള്ള, അവളെ നിന്റെ ലൈനായിരുന്നല്ലോ അല്ലേ? ഓടുന്നു. അപ്പൊ ഞാനിങ്ങനെ ഇരുന്നിട്ട് അതൊക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും നീ ദുഷ്ടനാടാ. എന്താണ്? അവളെ പ്രേമിച്ച് കല്യാണം കഴിച്ചോളാന്നൊക്കെ പറഞ്ഞിട്ട് നീ അങ്ങോട്ട് പോയില്ലേ? എടാ ആ പ്രായത്തിലൊക്കെ എങ്ങനെ കല്യാണം കഴിക്കണത്? അതൊന്നും എനിക്കറിയില്ല. അവള് ഇവിടെ വന്ന് എന്നോട് പലവണ ചോദിച്ചിട്ടുണ്ട് ഉത്തമേട്ടനെ എവിടെയാന്ന്. എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. ഞാവൽപ്പഴായിട്ടാ വരും അവള്. ഓ എനിക്ക് ഞാവൽപ്പഴം ഭയങ്കര ഇഷ്ടമെന്ന് അവൾക്ക് അറിയാട്ടാ. അത് നാളെ യോഗ നിൽക്കണ്ടായില്ലോ, ഒക്കെ ഞാൻ തിന്നു. ഞാൻ തിന്ന ഞാവൽപ്പഴത്തിന്റെ കുരുക്കള് കളഞ്ഞിട്ടേ ആ വടക്ക് ഭാഗത്ത് 2-3 ഞാവൽ മരം ഉണ്ടായി നിൽക്കുന്നുണ്ട്, കണ്ടിട്ടോ നീ? ഓ അപ്പൊ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലേ ഞാവൽപ്പഴ? ഞാവൽപ്പഴമല്ല എന്നെ. നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നീയല്ലേ അവളെ തേച്ചിട്ട് പോയത്? എടാ നിന്നെ ഈ പാവൊക്കെ നീ എവിടെ കൊണ്ട് കഴുകടാ പോയ അവിടെ. ഇതൊക്കെ എന്ത് പാവോ? ഇവിടെ ആലോചിച്ചിരുന്നോ? ഞാൻ പോണു. അപ്പണി വന്നേ. എന്തേ? എന്താണ്? ഞാൻ ഒരു കാര്യം പറയട്ടെ. അതായത് ഈ ഉത്തരയുണ്ടല്ലോ, അവളെ എനിക്ക് ഒന്ന് കാണാൻ പറ്റുമോ? എന്തിനാ അവളെ കാണണ നീ? ഒന്നുമില്ല, ചുമ്മാ. അങ്ങനെ കാണൊന്നും വേണ്ട. കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഇനി പഴയ കാമുകിനെ കാണാൻ നിൽക്കുക. അയ്യ കാമുകനല്ല, പഴയ കൂട്ടുകാരിനെ കാണാല. നീ മനസ്സ് വെച്ചാൽ നടക്കും. ഒക്കെ നടക്കും. പക്ഷെ ഞാൻ മനസ്സ് വെക്കൂല. അതാ നീ അങ്ങനെ പറയാ. നിന്റെ സ്വഭാവം എനിക്കറിയാം. നീ ഒന്ന് കേക്ക്. ഒറ്റ പ്രാവശ്യം നീ പോയി ഉത്തരണ്ട് പറയുന്നു, ഉത്തര വരുന്നു, ഞാൻ കാണുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ. ഒന്ന് പറ പ്ലീസ്. നീ പോവാണോ? എന്നാ ആലോചിക്കട്ടെ. അതേ ഞാൻ പോയി പറയാം. ഓ സമാധാനായി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു പാലട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അവക്കടെ വീട്ടിലേക്ക് പാലൊക്കെ കയറി വേണം പോവാൻ. അതല്ല, ഒരു ഉപകാരം അങ്ങോട്ട് ചെയ്യുമ്പോഴേ ഇങ്ങോട്ടൊരു പ്രത്യുപകാരം ചെയ്യണം. ആ പഴഞ്ചൊല്ല് നീ പറ, നിനക്കൂട്ടി ഞാൻ എന്തും ചെയ്തു തരും. ഉറപ്പാണോ? പിന്നെ ഉറപ്പ്. അങ്ങനെയാണെങ്കിലേ അന്ന് പങ്കിമാവിന്റെ മുന്നിൽ വെച്ചൊരു ഉടമ്പടി ഉണ്ടാക്കിയില്ലേ? എന്റെ തൊഴുത്തിന് തറവാടകയായിട്ട് 2000 രൂപ തരണം. അത് 3000 ആക്കണോ? മിണ്ടാണ്ടിരിക്ക്. ആ 2000 രൂപ നീ എന്റെ അടുത്ത് വാങ്ങിക്കൂലെങ്കിൽ ഉത്തരം ഞാൻ കൊണ്ടുവരാം. മൊത്തത്തിലാ? മൊത്തത്തില്. അപ്പൊ എനിക്കൊന്ന് ആലോചിക്കണം. ഒരുപാട് നേരം നീ ആലോചിച്ചാലേ ഇതിനു മുമ്പ് തന്നും കൂടി ഞാനും കൂടി ചോദിക്കും. അങ്ങനെ ഒരു ബുദ്ധിയൊക്കെ തോന്നുന്നതിന് മുമ്പ് നീ സമ്മതിച്ചോ? സമ്മതിച്ച് ഒരു കുഴപ്പമില്ല. ഇനി തറവാടകയായിട്ട് നീ എനിക്ക് 10 പൈസ തരണ്ട. ഉറപ്പാണല്ലോ? ഉറപ്പാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉത്തരവ് വിളിച്ചോണ്ട് വരാം. ഓടിപ്പോ വിളിച്ചോണ്ട് വാ. വാ, നീ വാ. ഞാനും വന്ന. വാ. ഓ എന്റെ പൊന്നെ. ഉത്തരാ സ്വയംവരം. അത് ഞാൻ പാടേണ്ട പാട്ടില്ലേ? എന്നാ പാട്. എനിക്ക് പാടാൻ അറിയില്ല. നടക്കണ്ട കൂടാ. നീ പാടിക്കോ, ഞാൻ ചുണ്ടനിക്കോളാം. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാട രാത്രി പോയിരുന്നു. എന്തോ മരലോടെ എത്ര കൊട്ടി കൊട്ടി. എന്തായാലും ഒരു ചിരിയൊക്കെ ഭംഗി. നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഞാനതെന്തെങ്കിലും ശ്രദ്ധിക്കാതെ പോലെ അളിയനല്ലേ ഓർമ്മപ്പെടുത്തില്ല. ഇന്നെന്താ കാര്യം? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ കീരിയും പാമ്പും പോലിരുന്ന ഉത്തമനും അപ്പുണ്ണി ഇപ്പോ അടയും ശർക്കരയും പോലായി. അപ്പുറത്തിരുന്ന് തമാശ പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കുന്നു. ഞാനും അത് ശ്രദ്ധിച്ചോളിയാ. രണ്ടെണ്ണം കൂടി എന്താ ഒരു അടുപ്പം. ഇപ്പൊ എന്താ സംഭവം ഒന്നും കൊടുത്ത കിട്ടില്ല. ആരുടെ കാര്യം പറയുന്നത് പങ്കാമ്പ? നമ്മുടെ അപ്പുണ്ണിയുടെ ഉത്തമന്റെ കാര്യേ. രണ്ടെണ്ണം ഭയങ്കര കൂട്ടപ്പോ. എന്താ കാര്യമാണാവോ? അതെ, അവര് കുഞ്ഞിലെ തൊട്ട് ഫ്രണ്ട്സ് അല്ലേ, അവർക്ക് കൊറേ കഥകളൊക്കെ പറയാനുണ്ടാവില്ലേ? അല്ല, എന്നാലും ഇങ്ങനെ സംസാരിക്കാൻ മാത്രം എന്താന്ന് മനസ്സിലാവാത്തത്? അതെളിയാ, രണ്ടുപേരുടെ എന്താ ഒളിക്കുന്നുണ്ട്, അതായിരിക്കും കാര്യം. പറയാൻ പറ്റില്ല. അതെ, നിങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ നിന്ന് ഏഷണി പറയല്ലേ. യൗവനത്തോടുള്ള പുച്ഛമാണ് വാർദ്ധക്യത്തിന്റെ ലക്ഷണമെന്നാ.
അപ്പൊ നീ പറഞ്ഞു വരുന്നത് ഇപ്പൊ അപ്പുണ്ണിയും ഉത്തമനും നീയൊക്കെ ചെറുപ്പക്കാര്, ഞങ്ങൾ രണ്ടുപേരും വാർദ്ധക്യ പെൻഷൻ മേടിക്കണവര് അല്ലേ? ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല. അങ്ങനെ അല്ല നീ പറഞ്ഞത്. അതെ. അച്ഛാ, ഞാൻ പറഞ്ഞത് വെറുതെ വളച്ചൊടിക്കല്ലേ. ഞാൻ നിങ്ങളുടെ കാഴ്ചപ്പാടിനെ പറ്റിയാ പറഞ്ഞേ. കാഴ്ചപ്പാട് നീ അടുത്തടയായിട്ട് അപ്പുണ്ണിയുടെ ഉത്തമന്റെ കൂട്ടുപിടിച്ച് നടക്കണൊക്കെ ഞാൻ കാണുന്നുണ്ട്. നിനക്കതിനുള്ള ലാഭം എന്താന്ന് നീ പറഞ്ഞാ മതി. എന്ത് ലാഭം? ഒരു ലാഭവും ഇല്ല. ഇതേ സൗജന്യ സേവനോ? സൗജന്യ സേവനം നടത്തുന്ന ഒരാള് കളിയാ. കളിയാ ഉത്തമൻ തമിഴ്നാട്ടിൽ നിന്ന് വന്നപ്പോഴേ നല്ല കടലമുട്ടായി മേടിച്ചു കൊടുത്തതാണ്. അതായിരിക്കും അങ്ങോട്ടൊരു സൈഡ് വലിവ്. അച്ഛാ,